ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് അക്കാദമി. നമ്മൾ മൈക്രോബയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ, കൾച്ചർ മീഡിയ. എന്താണ് കൾച്ചർ മീഡിയ? അപ്പോൾ ഒരുപാട് മീഡിയാസ് ഉണ്ട് അല്ലെ. നമ്മൾ ഒരുപാട് മീഡിയാസ് നമ്മൾ ജസ്റ്റ് ബേസൽ മീഡിയ മുതൽ സെലക്ടീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, അങ്ങനെ എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, അങ്ങനെ ഒരുപാട് മീഡിയാസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ 1, 2, 3 ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ മീഡിയാസിനെയും കൂടി നമ്മൾ ഇന്ന് ഒരു ടേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, കൾച്ചർ മീഡിയ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൾച്ചർ മീഡിയന്റെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി, എക്സാമ്പിൾസ്, അതിന്റെ പർപ്പസ്, അങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ മീഡിയാസ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ, സിമ്പിൾ മീഡിയ എന്നാണ് തുടങ്ങാം അല്ലെ. സിമ്പിൾ മീഡിയസിലെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിൽ ന്യൂട്രിയൻ ഗ്രോത്ത്, ന്യൂട്രിയൻ അഗാർ. അപ്പോൾ സിമ്പിൾ മീഡിയ. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ്. അതിൽ നമ്മൾ ന്യൂട്രിയൻ ഗ്രോത്ത് പഠിച്ചിട്ടുണ്ട്, ന്യൂട്രിയൻ അഗാർ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് അതിന്റെ പർപ്പസ്? എന്താ പർപ്പസ്? ബേസിക് മീഡിയം ഫോർ ഗ്രോയിങ് നോൺ ഫാസ്റ്റീഡിയസ്. അതാണ് ഇമ്പോർട്ടന്റ്. നോൺ ഫാസ്റ്റീഡിയസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാഫോറിയസ്, ഇക്കോളെ ഒക്കെയാണ് വരിക. ദെൻ എൻറിച്ച്മെന്റ് മീഡിയ. എൻറിച്ച്മെന്റ് മീഡിയ ആണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻറിച്ച്മെന്റ് മീഡിയ, അതിൽ സെലനേറ്റ് എഫ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോഡ് വാട്ടർ, ടെട്രാതൈനേറ്റ് ബ്രോത്ത്, എൻറിച്ച്മെന്റ് മീഡിയ. ഓക്കെ, അപ്പോൾ ഇത് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് മീഡിയാസ് ആണ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് സെലനേറ്റ് എഫ് ബ്രോത്ത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, അത് സാൽമോണലയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മളൊരു മീഡിയ പഠിക്കുമ്പോൾ എന്തിനാണ് അത്, ഏത് ഓർഗാനിസത്തിനാണെന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സെലനേറ്റ് എഫ് ബ്രോത്ത് എന്തിനായിരുന്നു? സാൽമോണല്ല. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, ആൽക്കലൈൻ ഏത് ബാക്ടീരിയക്കാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്? വിബ്രിയോ അല്ലെ, വിബ്രിയോ കോളറ. ഓക്കെ, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. ദെൻ ടെട്രാതൈനേറ്റ് ബ്രോത്ത്, മൂന്നാമത്തെയാണ് എൻറിച്ച്മെന്റ് മീഡിയ. സാൽമോണലയ്ക്കും ഷിഗല്ലയ്ക്കും ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സാൽമോണലയ്ക്കും ഷിഗല്ലയ്ക്കും ടെട്രാതൈനേറ്റ് ബ്രോത്ത്. എൻറിച്ച്മെന്റ് മീഡിയയുടെ എന്താണ് പർപ്പസ്? എന്താ? എൻഹാൻസ് ഗ്രോത്ത് ഓഫ് ഡിസൈർഡ് പാത്തോജൻ ബൈ ഇൻഹിബിറ്റിംഗ് കോമ്പറ്റേറ്റേഴ്സ് യൂസ്ഫുൾ ഫോർ ഇൻഡസ്റ്റൈനൽ പാത്തോജൻസ്. അതാണ് അതിന്റെ പർപ്പസ് പറയുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പൊ നേരത്തെ എൻറിച്ച്മെന്റ് പറഞ്ഞു, ഇനി എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, അപ്പൊ ഇതിൽ ബ്ലഡ് അഗാർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അതുപോലെ ചോക്ലേറ്റ് അഗാർ, നമ്മൾ ബ്ലഡ് അഗാർ ഹീറ്റ് ചെയ്തതാണ് അല്ലെ, ചോക്ലേറ്റ് അഗാർ നമുക്കറിയാം. ഇനി ഡോർസെറ്റ് എഗ് മീഡിയം, എഗ് ബേസ്ഡ് മീഡിയ ആണ്. ദെൻ ലോവൻസ്റ്റീൻ ജെൻസൺ LJ മീഡിയം. ദെൻ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്, അതൊരു ബ്രോത്ത് ആണ്. അപ്പോ അത് എൻറിച്ച്ഡിലാണ് വരിക. നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എൻറിച്ച്മെന്റ് മീഡിയ ആണ് ബ്രോത്ത് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മൾ എക്സ്ട്രാ ന്യൂട്രിയൻസ്, എൻറിച്ച്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ എഗ് ആഡ് ചെയ്യും, ബ്ലഡ് ആഡ് ചെയ്യും, സെറം ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ നോർമൽ മീഡിയ നമ്മൾ എക്സ്ട്രാ കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നതാണ് എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രോത്ത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും എൻറിച്ച്മെന്റ് ആണോ എന്ന്. പക്ഷെ നമ്മൾ എക്സ്ട്രാ എന്താണ് ആഡ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ബ്രെയിൻ ഹാർട്ട് അങ്ങനെയുള്ള നമ്മൾ ആഡ് ചെയ്യും, എഗ് ബേസ്ഡ് മീഡിയ അല്ലെങ്കിൽ സെറം ആഡ് ചെയ്യും, നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എൻറിച്ച്മെന്റ് ആണ്. കാരണം ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ഓർഗാൻസിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. മെയിൻ ആയിട്ട് എൻറിച്ച്ഡ് മീഡിയ എല്ലാം സോളിഡ് മീഡിയ ആണ്. പക്ഷെ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ആണ്, അതും എൻറിച്ച്ഡ് മീഡിയയിലാണ് വരിക. ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അതിന്റെ പർപ്പസ് എന്നാൽ കണ്ടെയ്ൻ എക്സ്ട്രാ ന്യൂട്രിയൻസ് ആണ്. അത് നമ്മൾ ബ്ലഡ്, സെറം, എഗ് അങ്ങനെയുള്ള നമ്മൾ ഈ ഫാസ്റ്റിഡിയസ് ഓർഗാൻസ്, നമ്മൾ നീസേരിയ, മൈക്കോബാക്ടീരിയം, ട്യൂബർക്ലോസിസ് അങ്ങനെയുള്ള ഫാസ്റ്റിഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയ അല്ലെ, എൻറിച്ച്മെന്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു? ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, ഡോർസൻ എഗ് മീഡിയം, ലൊഫ്ലർ സെറം സ്ലോപ്പ് ഏതിനായിരുന്നു? ഏത് ബാക്ടീരിയക്കായിരുന്നു? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് അല്ലെ. ദെൻ ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയം, ദെൻ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ. ഓക്കെ, അപ്പോ ഈ മീഡിയ ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത്, നമ്മൾ ഈ ലോഫ്ലർ സെറം സ്ലോപ്പ്, LJ മീഡിയ ഒക്കെ നമ്മൾ ഇൻസിപ്പിസേഷൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുക. കാരണം നമുക്ക് ഒരു ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഇപ്പൊ ഈ എഗ് ബേസ്ഡ് മീഡിയ അതൊക്കെ കുറച്ച് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസിപ്പിസേഷൻ വഴിയാണ് ചെയ്യുക. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം, സെലക്റ്റീവ് മീഡിയ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സെലക്റ്റീവ് ആയിട്ടാണ് അവർ വളർത്തുന്നത്. നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ളതിനെ മാത്രം ഗ്രോ ചെയ്യാൻ അനുവദിക്കുകയും ബാക്കിയുള്ളതിനൊക്കെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും, അതിന്റെ ഗ്രോത്ത് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ വരുന്നത് TCBS അഗാർ. TCBS നമ്മൾ വിബ്രിയോ കോളറയ്ക്ക് ഉള്ളതാണ്. തയർ മാർട്ടിൻ നിസേറിയ ഗൊണേറിയയ്ക്കാണ്. ദെൻ നമ്മൾ മക്കോങ്കി അഗാർ ഗ്രാം നെഗറ്റീവ് എൻട്രിക്കേഷനാണ്. മക്കോങ്കി ഈസ് ഓൾസോ ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ദെൻ ഇയോസിൻ മിത്, അതിന്റെ ഒരു സെലക്റ്റീവ് വശം നോക്കുകയാണെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയനെ മാത്രമേ അവിടെ വളർത്തുള്ളൂ. ഓക്കെ, പക്ഷെ അതിന്റെ ഡിഫറൻഷ്യൽ നോക്കുകയാണെങ്കിൽ ലാക്ടോസ് ഫെർമെന്റേസ് ആണോ നോൺ ലാക്ടോസ് ഫെർമെന്റേസ് ആണോ എന്നും കൂടി നോക്കാനായിട്ട്
നമ്മൾ ഈ മക്കോങ്കി അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇയോസിൻ മെഥിലിൻ ബ്ലൂ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇക്കോളയ്ക്കുള്ളതാണ്. അതുപോലെ തന്നെ അത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ഇൻഹിബിറ്റ്, അതാണ് അതിന്റെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള വശം. ദെൻ സിക്രോസ് മീഡിയം അത് ക്യാമ്പയിലോബാക്ടർ ജെജുനിക്കുള്ള ഒരു സെലക്റ്റീവ് മീഡിയം ആണ്. ദെൻ ഫ്ലെച്ചേഴ്സ് മീഡിയം അത് ലെപ്റ്റോസ്പൈറയ്ക്കുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ചധികം സെലക്റ്റീവ് മീഡിയാസ് ഇവിടെ കണ്ടു. ഏതൊക്കെയായിരുന്നു? ടി സി ബി എസ് അഗർ വിബ്രിയോ കോളറയ്ക്കാണ്. ദെൻ തയർ മാർട്ടിൻ, മെക്കോങ്കി, ഇയോസിൻ എംബി, ദെൻ സിക്രോസ് മീഡിയം, ദെൻ ഫ്ലെച്ചേഴ്സ് മീഡിയം. ഓക്കെ, അപ്പൊ ഏതിനാണ് എന്ന് ഓർത്തിരിക്കണേ. TCBS വിബ്രിയോ കോളറയ്ക്കാണ്. തയർ മാർട്ടിൻ നീസെറിയ ഗൊണറയ്ക്കാണ്. ദെൻ സിക്രോസ് ക്യാമ്പയിലോബാക്ടർ, മെക്കോങ്കി ഗ്രാം നെഗറ്റീവിനാണ്. ഫ്ലെച്ചേഴ്സ് മീഡിയം ലെപ്റ്റോസ്പൈറയാണ്. ദെൻ നമ്മൾ അതിന്റെ സെലക്റ്റീവ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് സർട്ടൻ ഓർഗാനിസം ആൻഡ് അലോങ് ദ സെലക്റ്റീവ് ഗ്രോത്ത് ഓഫ് അതേഴ്സ്. ദെൻ നെക്സ്റ്റ് ഡിഫറൻഷ്യൽ മീഡിയ എന്താണ്? ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ലാക്ടോസ് ഫെർമെന്റേസ് ആണോ നോൺ ലാക്ടോസ് ഫെർമെന്റേസ് ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ദ ബാക്ടീരിയ ബേസ്ഡ് ഓൺ കോളനി അപ്പിയറൻസ്, ബയോകെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹീമോലൈറ്റിക് പാറ്റേൺ. അല്ല എക്സാമ്പിൾ മെക്കോങ്കി പറയുന്നുണ്ട്, അത് ലാക്ടോസ് ഫെർമെന്റേഷൻ പിങ്ക് കളർ ആയിരിക്കും, മറ്റേതൊരു പെയിൽ കളർ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ദെൻ EMB എന്ന് പറഞ്ഞാൽ ഇക്കോളയ്ക്ക് മാത്രം എന്തായിരിക്കും കാണുക? ഒരു മെറ്റാലിക് ഷീൻ, ഒരു നല്ല ഗ്രീൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റാലിക് ഷീൻ ആയിരിക്കും കാണുക EMBയില് ഇക്കോളയ്ക്ക്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ദെൻ ബ്ലഡ് അഗർ എന്ന് പറഞ്ഞാൽ ഹീമോലൈസിസ് പാറ്റേൺ വെച്ചിട്ട് അതിനങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് മീഡിയം എന്തിനാ? ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലെ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ വേറൊരു സ്ഥലത്തോട്ട് ലാബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതവിടെ വയബിൾ ആയിരിക്കണം അല്ലെ. അതിന്റെ ക്യാരക്ടർ അങ്ങനെയൊന്നും ചേഞ്ച് ആവരുത് അല്ലെ. അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് മീഡിയം? കാരി ബ്ലയർ മീഡിയം, ദെൻ സ്റ്റുവർട്ട് മീഡിയത്തിന്റെ മോഡിഫൈഡ് ആണ് ആമിസ് മീഡിയം, ദെൻ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം. ഇത് എക്സാമിന് ചോദിച്ചിരുന്നു അല്ലെ. നമ്മളിപ്പോ ഈ കഴിഞ്ഞിട്ടുള്ള നമ്മൾ ലാബ് ടെക്നീഷ്യൻ എക്സാമിന് DHS എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ കാരി ബ്ലയർ മീഡിയം ഏത് ഓർഗാനിസിലാണ്? സാൽമണലയ്ക്കും ഷിഗല്ലയ്ക്കുമാണ്. ദെൻ സ്റ്റുവർട്ട് മീഡിയം നീസെറിയ ഗൊണറയ്ക്കാണ്. അതുപോലെ തന്നെ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം വിബ്രിയോ കോളറയ്ക്കാണ്. അപ്പൊ വിബ്രിയോ കോളറ നമ്മൾ എൻറിച്ച്മെന്റ് ഒക്കെ പഠിച്ചു അല്ലെ. എൻറിച്ച്മെന്റ് ഏതായിരുന്നു? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. അതുപോലെ സെലക്റ്റീവ് പഠിച്ചു, TCBS അഗാർ, TCBS മീഡിയം, വിബ്രിയോ കോളറയ്ക്ക, അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ വിബ്രിയോ കോളറ തന്നെ എൻറിച്ച്മെന്റ് മീഡിയം, സെലക്റ്റീവ് മീഡിയം, ഇപ്പൊ ട്രാൻസ്പോർട്ട് മീഡിയം പഠിച്ചു അല്ലെ. അപ്പൊ ഇതെന്തിനാ? preserve microbial viability during transport without allowing multiplication. ഓക്കെ, അപ്പൊ അതിനെ വയബിൾ ആയിട്ട് അവിടെ ഇരുത്തണം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. ദെൻ അനേറോബിക് മീഡിയം എന്താ? ചില അനേറോബിക് ബാക്ടീരിയ ഉണ്ട് അല്ലെ. അപ്പൊ ഈ അനേറോബിക് ബാക്ടീരിയനെ അതിന്റെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനേറോബിക് മീഡിയ യൂസ് ചെയ്യുന്നത്. അല്ലെ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത്, RCM എന്ന് പറയും. അപ്പൊ ഈ RCM കണ്ടു കഴിഞ്ഞാൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ RCM കണ്ടു കഴിഞ്ഞാൽ എന്താണ് RCM? ആ ഒരു മീഡിയ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ഈ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത് തന്നെയാണ്. ദെൻ തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത് സപ്പോർട്ട് ഗ്രോത്ത് ഓഫ് അനേറോബിക് ബാക്ടീരിയ. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലോസ്ട്രീഡിയം, ബാക്ടീരിയോയിഡ്സ് അങ്ങനെയുള്ള ഫാസ്റ്റിഡിയസ് ഓർഗാനിസ്, അനേറോബിക് ആയിട്ടുള്ള ഓർഗാനിസത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനേറോബിക് മീഡിയ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. ഇൻഡിക്കേറ്റർ മീഡിയ എന്താ? നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഫീനോൾ റെഡ് അങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് എന്താണ് അതിന്റെ റിയാക്ഷൻ, ബയോകെമിക്കൽ റിയാക്ഷൻ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യണേ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് വന്ന് ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ അല്ലെ. നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. ഗ്ലൂക്കോസ് മാത്രം 0.1% ആണ്, ബാക്കി ലാക്ടോസും സൂക്രോസും ഒക്കെ 1% ആണ്. അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് തന്നെ നമ്മൾ H2S, നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിയസിലും ഫീനോൾ റെഡ് തന്നെയാണ് ഇൻഡിക്കേറ്റർ വരിക. മാനിറ്റോൾ സോൾട്ട് അഗാർ, നമ്മൾ മാനിറ്റോൾ പ്രൊഡക്ഷൻ ഉണ്ടോ നോക്കാണ്. യൂറിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ എൻസൈമിന്റെ പ്രസൻസിൽ യൂറിയനെ നമ്മൾ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആക്കുകയാണ്. അപ്പൊ pH അവിടെ ഇൻക്രീസ് ആവാണ് ചെയ്യണം അല്ലെ. മാനിറ്റോൾ എന്ന് പറഞ്ഞാൽ മാനിറ്റോൾ സോൾട്ട് അഗാറിൽ മാനിറ്റോളിനെ ഫെർമെന്റ് ചെയ്തിട്ട് ആസിഡിക് പ്രൊഡക്ഷൻ നോക്കുകയാണ്. ട്രിപ്പിൾ ഷുഗറിൽ നമ്മൾ റിസൾട്ട് ആൽക്കലൈൻ ബട്ട് അല്ലെങ്കിൽ ആസിഡ് ബട്ട്, ആൽക്കലൈൻ സ്ലാൻഡ് അങ്ങനെയൊക്കെ നമ്മൾ റിസൾട്ട് എഴുതാറുണ്ട് അല്ലെ. റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് എഴുതാറുണ്ട്. അതുപോലെ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഇവിടെ. അപ്പൊ അതാണ് ഇൻഡിക്കേറ്റർ മീഡിയ. അപ്പൊ ട്രിപ്പിൾ ഷുഗർ അയൺ അഗർ അതൊരു TSI, അതൊരു ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. അതുപോലെ യൂറിയസ്, മാനിറ്റോൾ സോൾട്ട് അഗാർ, അപ്പൊ ഇതിലെല്ലാം തന്നെ ഫീനോൾ റെഡ് ആണ് ഇൻഡിക്കേറ്റർ വരിക. ഓക്കെ, അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ യൂസ് ടു ഡിറ്റക്ട് സ്പെസിഫിക് ബയോകെമിക്കൽ റിയാക്ഷൻസ് സച്ച് ആസ് ഫെർമെന്റേഷൻ. അപ്പൊ നമ്മൾ മാനിറ്റോളിന്റെ കാര്യത്തിൽ മാനിറ്റോൾ ഫെർമെന്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ ട്രിപ്പിൾ ഷുഗർ അയൺ കാരണം കാർബോഹൈഡ്രേറ്റിന്റെ ഫെർമെന്റേഷൻ ഒക്കെയാണ്. ആസിഡ് പ്രൊഡക്ഷൻ ആൽക്കലൈൻ ആണോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നത്. അതുപോലെ ഗ്യാസ് പ്രൊഡക്ഷൻ, നമ്മൾ TSIൽ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ pH ചേഞ്ചസ്, ഇപ്പോൾ ആസിഡിക് റിയാക്ഷൻ ആണെങ്കിൽ pH കുറയും അല്ലെ. ഇപ്പൊ നമ്മൾ യൂറിയസിലാണെങ്കിൽ അമോണിയ ഒക്കെ ഉണ്ടാകുമ്പോൾ pH അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ യൂറിയസിൽ നോർമലി ഒരു യെല്ലോ കളർ ആയിരിക്കും ഉണ്ടാവുക, സോറി ബ്ലൂ അല്ല, നമ്മൾ യെല്ലോ കളർ ആയിരിക്കും. അതിനുശേഷം അത് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പിങ്ക്, അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോ
ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൾച്ചർ മീഡിയാസ് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ കൺഫ്യൂഷൻ ഒന്നും ആവരുത്. നമ്മൾ ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് ഇവിടെ ടേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.